ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ നെയ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് വീട്ടിലിടാൻ പറ്റിയൊരു പാൻറ്റ്, പല്ലാസ പാൻറ്റ് പോലത്തെ ഒരു പാൻറ്റ്, പല്ലാസ പാൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലൊരു പാൻറ്റ് തയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നെയ്റ്റിയുടെ ഞൊറിയുടെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാക്കി ഫോൾഡ് ചെയ്തു. അതിനുശേഷം 1.5 ഇഞ്ച് അടിയിൽ തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ 33 ഇഞ്ചാണ് ഞാൻ ഇറക്കി കൊടുക്കുന്നത്, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി കൂടുതൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴോട്ട് വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അവിടെ നിന്നൊരു 13.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുക. അതിൽ നിന്നൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെർവായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഏറ്റവും അടിയിൽ 10 ഇഞ്ചാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തിട്ടപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും നല്ല വശം ചേർത്ത് വെച്ചത് ഈ ഒരു കാണിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലായിടത്തും 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുന്നതേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗത്തല്ല, എല്ലായിടത്തും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. എല്ലാ സാധനങ്ങളും തയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, 2 സ്റ്റിച്ച് എപ്പോഴും കൊടുക്കണം. നെയ്റ്റിയിൽ നമ്മൾ ഫസ്റ്റത്തെ ആ കട്ടിങ് അല്ലാണ്ട് വേറെ അഴിക്കലും പിടിക്കലൊന്നുമില്ല. പിന്നെ പാൻറ്റിൻ്റെ അടിവശത്ത് നമ്മൾ നെയ്റ്റി മടക്കിയടിച്ചൊരു അടിപ്പുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടിയിൽ കൊടുത്തിട്ടുണ്ടായുള്ളൂ. അതിൽ നമ്മൾ ഷർട്ടിൻ്റെ പടിയിൽ വെക്കുന്ന ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്ത് വെക്കേണ്ടതാണ്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളൂ ഒരു ബലത്തിന് വേണ്ടി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയടിച്ചു. ഉള്ളിലേക്ക് മടക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, നെയ്റ്റിയുടെ അടിയിൽ മടക്കി തയ്ച്ചൊരു തയ്യൽ ഇത് മുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് ഒരു മടക്കും കൂടി മടക്കി കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നിവർത്തിയപ്പോൾ. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കുത്തി നിർത്തുക. എന്നിട്ട് ഇവിടം വരെ അടിച്ചെടുക്കുക. അതും 2 അടിപ്പ് തന്നെ അടിക്കണം കേട്ടോ. അപ്പോൾ അത്രയും അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാൻറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നൊരു എക്സ്ട്രാ ജോലി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ അളവിന് ഞാനൊരു ഇലാസ്റ്റിക് എടുത്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബലത്തിൽ തന്നെ കുറേ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഒരൊറ്റ മടക്കിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇലാസ്റ്റിക് വെച്ച് അടിക്കുന്നത്. ഇങ്ങനെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് വെക്കുമ്പോൾ നല്ല സുഖമായിട്ട് മടക്കി അടിക്കാൻ പറ്റും. ആ ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് പിന്നിട്ട് കയറ്റാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് സുഖമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെ വലിച്ച് എടുക്കേണ്ട ഒരു ചെറിയ പാട് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചടിച്ച് ശീലമാകുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി പാൻറ്റാണ്. ഇനി ചൂടുകാലമൊക്കെ അല്ലേ വരുന്നത്, നല്ല ലൂസിലൊക്കെ ഒരു പാൻറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ, പെട്ടെന്ന് കയറൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളിപ്പോഴും റീൽസും കണ്ട് സമയം കളയാണോ? നിങ്ങൾക്ക് ആഗ്രഹമില്ല ഒരു ജോലിയൊക്കെ വേണമെന്ന്, സ്വന്തമായിട്ട് കുറച്ച് പൈസയെങ്കിലും കയ്യിൽ വേണമെന്ന്? ആരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? അതിനെ പറ്റിയ നല്ലൊരവസരം ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ വർക്ക് ചെയ്ത് ഏൺ ചെയ്തതിന് ശേഷമാണ് നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജോബിനെക്കുറിച്ച് അറിയാൻ വാട്സപ്പ് ചെയ്താൽ മതി. സ്ക്രീനിൽ എൻ്റെ നമ്പറുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.